അസ്സലാമു ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന എന്നാൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ വൈറ്റ് സോസ് മക്രോണിയാണ്. ഇതിനായിട്ട് ഞാൻ കുറച്ച് മക്രോണി എടുത്തിട്ടുണ്ട്. ഈ മക്രോണി ഒന്ന് ചെറുതായി കഴുകിയിട്ടുണ്ട് ഞാൻ. പിന്നെ കുറച്ച് ചിക്കന് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഉപ്പ്, സോയ സോസ്, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ നീളത്തിൽ കട്ട് ചെയ്ത ക്യാപ്സിക്കം, ഈ രണ്ടും മതി നമുക്ക് നല്ലൊരു വൈറ്റ് സോസ് മക്രോണി ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഓഫ് കോഴ്സ് വൈറ്റ് സോസ് ചെയ്യണം. ഞാൻ കുറച്ച് മുന്നേ തന്നെ വെള്ളം ബോയിലാവാൻ വെച്ചിരുന്നു. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. ഇത് നമ്മുടെ മക്രോണി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് തന്നെ ഞാൻ വേറൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായ സമയത്ത് ഞാൻ അതിലേക്ക് ചിക്കൻ ഇട്ടു. എന്നിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം, നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ മക്രോണി കഴുകണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതിലെന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിക്കുക. അതും വെള്ളം വെച്ചിട്ട് മാത്രം, നമ്മൾ കുക്ക് ചെയ്യാനുള്ള വെള്ളം വെച്ചതിന് ശേഷം മാത്രം കഴുകാം. മുന്നേ തന്നെ നിങ്ങൾ ഒരിക്കലും കഴുകരുത്. ഞാനിവിടെ വെള്ളം ബോയിലായി വന്നപ്പം കുറച്ച് ഉപ്പിട്ടതിന് ശേഷം മക്രോണി ഇട്ടു. ഇവിടെ മക്രോണി ആയിട്ടുണ്ട്. ഇത് ഞാൻ 3/4 ഭാഗം വേവ് ആയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ട് അതിനെ നല്ലോണം അടച്ചു വയ്ക്കുക. അപ്പോൾ ബാക്കിയുള്ളത് കൂടി കുക്കായി കിട്ടും. ഇവിടെ ചിക്കനും നന്നായിട്ട് ആയിട്ടുണ്ട്. ഇതും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മുടെ മക്രോണി തുറക്കുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ മക്രോണി ഫുൾ കുക്ക്ഡ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിലെ വെള്ളമെല്ലാം കളയാനായിട്ട് ഞാനൊരു ഹോൾസ് ഉള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ടു. എന്നിട്ട് ജസ്റ്റ് നോർമൽ വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. കാരണം ആ ചൂടിൽ വീണ്ടും മക്രോണി കുക്കായി പോകും, അതുകൊണ്ടാണ്. ഇനി ഞാൻ ആ ചിക്കൻ ഇട്ട സെയിം പാനിൽ തന്നെ കുറച്ച് ബട്ടർ ഇട്ടു. അതിൽ പാൻ ജ്യൂസ് ഉണ്ടാവും, അതുതന്നെയാണ് ആ പാന് യൂസ് ചെയ്യാൻ കാരണം. എന്നിട്ട് അത് മെൽറ്റായി, ബട്ടർ മെൽറ്റായി വന്ന സമയത്ത് ഞാൻ ഒരു ടേബിൾ സ്പൂണ് മൈദയാണ് ഇട്ടത്. ഈ മൈദ നന്നായിട്ട് ഈ ബട്ടറുമായിട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം മിക്സായി ചെറിയതായിട്ടൊരു ബ്രൗൺ കളർ വരും. ആ ടൈമിലാണ് നമുക്കിതിലേക്ക് പാല് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി തന്നെ ചെയ്യുക. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് വളരെ ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യുക. ഇത് ചിക്കന് ഞാൻ മാറ്റിയിട്ട് ഇതിൽ ചെയ്യുന്നത് ആ ഫ്ലേവർ ഈ വൈറ്റ് സോസിനെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇത് എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ചു. 1 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചത്. 1 കപ്പും ഒരു 1 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വല്ലാതെ തിക്കാക്കിയിട്ടില്ല, കുറച്ചൊരു ലൂസ് പരുവത്തിലാണ് ഞാനത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് തിളച്ച് വരണം, തിളച്ച് കുറുകി വരണം. അതുവരെ നിങ്ങൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. പിന്നെ നിങ്ങൾ ഉപ്പുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളതെങ്കിൽ വീണ്ടും ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. ഇവിടെ എൻ്റെ ബട്ടർ ഉപ്പില്ലാത്ത ബട്ടർ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇതിൽ ആഡ് ചെയ്യാണ്. ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. ഉപ്പിട്ടു, ഞാൻ ഉപ്പിട്ട ശേഷം നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. എരിവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഞാൻ ഏതായാലും ചേർക്കുന്നുണ്ട്. കുറച്ചൊരു എരിവ് ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇവിടെ നമ്മുടെ വൈറ്റ് സോസ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ മക്രോണി ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി ചെയ്താൽ നമ്മുടെ വൈറ്റ് സോസ് വല്ലാതെ കുറുകി പോകും, അതിൻ്റെ ആവശ്യമില്ല. കുറച്ചൊരു ലൂസ് പരുവത്തിലാണ് ഇത് വേണ്ടത്, എന്നാലേ ആ ഒരു കറക്റ്റ് തിക്നെസ്സും ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് വൈറ്റ് സോസ് ആയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മക്രോണി ഇട്ട് കൊടുക്കുക, ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വല്ലാതെ കുത്തി ഇളക്കരുത്, മക്രോണി ഉടഞ്ഞു പോവും. ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക, വീണ്ടും മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, വൈറ്റ് സോസ് മക്രോണി റെഡിയായി. ഇത് ചീസ് മയോണൈസ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ടേക്ക് കെയർ. താങ്ക് യു.